ഇപ്പൊ 1.4 നോർമൽ ഉണ്ടായിരുന്നു 1.1 ആക്കിയെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കിഡ്നി രോഗികളായി മാറുകയാണ്. അപ്പൊ അളവുകളിൽ മാറ്റം വരുത്തുകയും നമ്മൾ ആ അളവ് നോക്കിയിട്ട് കിഡ്നി പേഷ്യന്റ് തീരുമാനിക്കുകയും ചെയ്യും. ഇപ്പൊ എൻ്റെ ഒരുപാട് കിഡ്നി പേഷ്യന്റ് വരുന്നുണ്ട്. അപ്പൊ അവർ വരുമ്പോൾ അവർ ക്രിയാറ്റിൻ സാധനം 1.17 ഉണ്ട്, 25 ഉണ്ട്, 22 ക്രിയാറ്റിൻ വരുന്നുണ്ട്. പക്ഷെ അവരെ ഡയാലിസിസ് ചെയ്തില്ല. ഡയാലിസിസ് ചെയ്യേണ്ടെന്ന് പറയുന്നത് കാരണം ഇത്ര ഈ പറഞ്ഞ രീതിയിൽ അവരുടെ ജീവിത രീതി മാറ്റുകയും കൃത്യമായി അക്യുപഞ്ചർ ചികിത്സ ചെയ്യുമ്പോൾ അവർ തിരിച്ചു വരുന്നുണ്ട്. അവർ ബോഡിയിലുള്ള ആസിഡ് കുറഞ്ഞ് ഈ നശിച്ചു പോകാനിരിക്കുന്ന കോശങ്ങൾ നശിച്ചു പോകാതിരിക്കുകയും പുതിയ കോശങ്ങൾ നശിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യമായി വേണ്ട എന്താണ്? ഫിയറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ശരിക്കും ഫെയ്ത്ത്, വിശ്വാസം, ഉറച്ച വിശ്വാസമാണ്. എന്താ വിശ്വാസം? കിഡ്നി പോകുന്നു അല്ലേ? നല്ല വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം എന്താ? എന്തായാലും കിഡ്നി പോകും, എന്തായാലും പ്രമേഹം ഉണ്ടാവും. ഉപ്പാക്കും പ്രമേഹമുണ്ട്, എനിക്ക് പ്രമേഹം ഉറപ്പാണ്. ഉപ്പാന് കിഡ്നി വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ജ്യേഷ്ഠ 5 വന്ന് ഉപ്പാക്കും ഡയാലിസിസ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ഡയാലിസിസ് ചെയ്യണമെന്ന് വെച്ച് വന്നതാണ്. എന്താണ് ഡയാലിസിസ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അല്ലേ? ഭയം ഉണ്ടെങ്കിൽ ഡയാലിസിസ് ഉറപ്പാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? നല്ല ഉറച്ച വിശ്വാസം കൊണ്ട് എന്ത് വേണം? കിഡ്നി പോകുന്ന വിശ്വാസം വേണമെന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴുള്ള അറിവിന് ധാരാളമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗനും നഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല ഒരു രോഗങ്ങളെയും ഭയപ്പെടാതെ ജീവിക്കാൻ ശരിക്കും ഇത്ര പാലിച്ചാൽ മതി എന്നുള്ള. അപ്പൊ കൃത്യമായ ഒരു ഉറച്ച വിശ്വാസം എന്നെ സംബന്ധിച്ച് എന്റെ കിഡ്നി ഡാമേജ് ആവില്ല, പോവില്ല, സ്ട്രോക്ക് വരില്ല, അറ്റാക്ക് വരില്ല എന്ന് നമുക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. ഈ വിശ്വാസം അടിയുറച്ച വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നില്ല. അതെന്താ കാരണം? നമ്മൾ പഠിച്ച അക്യുപഞ്ചർ ഈ പഠനമാണ്. ഓക്കെ, അതേപോലെ ഇതൊക്കെ നോക്കുക കേട്ടോ, ഒന്ന് വായിച്ച സമയമില്ല. ഇൻസെക്യൂരിറ്റി അല്ലേ? ശരിക്കും നമുക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥ നമ്മളുള്ളത് അല്ലേ? ഏത് നിമിഷവും ഏത് വൈറസ് നമ്മൾ അറ്റാക്ക് ചെയ്യും, ഏത് ബാക്ടീരിയ നമ്മൾ ആക്രമിക്കും, എപ്പോഴും ഇൻഫെക്ഷൻ വരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ആരോഗ്യ വിഷയം നമുക്ക് ഒരു സുരക്ഷിതത്വം ഇല്ലാത്തൊരവസ്ഥയപ്പെടും അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് സുരക്ഷിത ബോധം ഇല്ലാത്ത അവസ്ഥ. എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ശരീരത്തെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങൾ, എന്താണ് രോഗമെന്നും എന്താണ് ജീവനെ പഠിക്കേണ്ടത്. ഇപ്പൊ 8, 10 വർഷം പഠിച്ച് MBBS ഡോക്ടർക്ക് പോലും അവർ ജീവനെ പഠിക്കുന്നില്ല. അവർ സാധാരണ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഡെഡ് ബോഡിയാണ്, ഡെഡ് ബോഡി കയറി നോക്കിയിട്ട് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നു. എന്നാൽ അക്യുപഞ്ചറിൽ നാഡിയെ നോക്കുന്നത്, നാഡി നോക്കുന്ന ജീവൻ. നാഡി നോക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും എല്ലാ ഭാഗത്തുള്ള ഊർജം, ജീവന്റെ താളക്രമം മനസ്സിലാക്കി കൊടുക്കും. എവിടെയാണ് താളപ്രയോഗം സംഭവിച്ചിരിക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്ത് ചികിത്സിക്കുമ്പോൾ നിങ്ങൾ എല്ലാ ഭാഗത്തും ഊർജ്ജം എത്തും. അക്യുപഞ്ചറിൽ കൃത്യമായി നാഡി പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടേക്കാണ് ഊർജ്ജ തകരാറുള്ളത്, ഊർജ്ജ വ്യതിയാനമുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ ചികിത്സിക്കുമ്പോൾ അവരുടെ ഭാവിയിലേക്ക് വരാനുള്ള പ്രശ്നങ്ങൾ പോലും മാറുന്നു എന്നൊരു വലിയ സത്യം മനസ്സിലാക്കുക. അതാണ് അക്യുപഞ്ചർ ചികിത്സകൊണ്ടുള്ള നേട്ടം. അതേപോലെ അല്ലേ നമ്മൾ ട്രസ്റ്റ്, നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാം? ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ. നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി തന്നെ അല്ലേ? നമുക്ക് നമ്മളെ തന്നെ വിശ്വാസമില്ല. എല്ലാവരും പറയും എന്നെ ആർക്കും വിശ്വാസമില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല പറയാറില്ല അല്ലേ? എന്താ വിശ്വാസത്തിന്റെ കാരണം? നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമല്ല, നിങ്ങൾക്ക് നിങ്ങളൊരു രസമല്ല തോന്നുന്നത്. ഞാനൊരു രസമില്ല അല്ല, ഞാനിങ്ങനെ ആയിപ്പോയി, എന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോയി. ഷുഗർ ഉണ്ടോ ചോദിക്കും. എന്റെ കിഡ്നി നിങ്ങൾ കിഡ്നി പോയിണോ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത, കാരണം നിങ്ങൾ ഒറ്റ വിരിഞ്ഞു പോയി അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെ ഉള്ളിൽ എന്താ ഈ പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം ട്രസ്റ്റ് വേണം. അതേപോലെ ഈ പറഞ്ഞ സമയം നമ്മൾ ഒന്നും വിട്ടുകൊടുക്കാത്ത അവസ്ഥ അല്ലെ? നമുക്ക് ആരോടും നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ആർക്കും ഒന്നും വിട്ടുകൊടുക്കുന്നില്ല. വിട്ടുകൊടുക്കവിടെ അല്ലേ? ഇന്നാളോളൊക്കെ ചെയ്തു, മുമ്പ് ചെയ്തതെല്ലാം നമ്മളങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ്. ഈ പിടിച്ചു വെക്കൽ ഒരിക്കലും നല്ലതല്ല. എല്ലാം വിട്ടുകൊടുക്കുക. എല്ലാം വിട്ടുകൊടുക്കുക ഒന്നാമത് സമ്പത്തിനെ വിട്ടുകൊടുക്കാവുന്നത്. നിങ്ങളല്ലേ പലരും ചെയ്തു പോയിട്ടുണ്ടാവും. നിങ്ങളെ വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അതുകൊണ്ട് പറഞ്ഞായിരിക്കും. ചിലപ്പോ അങ്ങനെ ഇമോഷൻ എന്താ കിട്ടിയുടെ ഇമോഷൻ? ഭയം. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും നിങ്ങളെ പേടിപ്പെടുത്തുന്ന എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ പേടികളിൽ എടുക്കാതിരിക്കുക. ഒരു TV കണ്ടാൽ പേടികളിൽ എടുക്കണ്ട. പത്രം വായിക്കുമ്പോൾ പേടിയിലുണ്ടെങ്കിൽ പേടിയിൽ എടുക്കണ്ട. അപ്പൊ ഭയം എന്ന ഇമോഷൻ നിങ്ങൾക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു അസുഖമുണ്ട്. പ്രധാനമായിട്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളുകൾ വേദനകളല്ലേ? ഈ വേദനല്ലേ നമ്മളെ അനുഭവിക്കുന്നില്ലേ? അപ്പൊ അതിന് മെയിൻ കാരണം എന്താ? പേടിയുണ്ട്. എന്താ പേടി? കിട്ടിപ്പോവോ, ഷുഗർ ഉണ്ടാവോ, പ്രഷർ ഉണ്ടാവോ, കൊളസ്ട്രോൾ ഉണ്ടാവോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലത്തെ അവയർനെസ് ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരുപാട് എല്ലാ സ്ഥലത്തും നടക്കുന്ന അവയർനെസ് ക്ലാസ്സുകൾ, ബോധവൽക്കരണ ക്ലാസ്സുകൾ, രോഗമില്ലാതെ ജീവിക്കാൻ. ഇപ്പൊ നമ്മളൊക്കെ ഇത്ര വർഷമായി, 10-25 വർഷമായിട്ട് ഒരു രോഗത്തെയും ഇല്ലാതെ ഒരു പ്രയാസമില്ലാതെ ജീവിക്കുന്നു. എങ്ങനെ? ഈ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നു.
വിശന്ന് മാത്രമേ കഴിക്കുള്ളൂ, ഭക്ഷണത്തിനൊപ്പം വെള്ളം കുടിക്കുന്നില്ല, നന്നായി ചവച്ച് ആസ്വദിച്ച് കഴിക്കും. എന്ത് ഭക്ഷണവും ആസ്വദിച്ച് കഴിക്കുക വിശപ്പുള്ള സമയത്ത്, പേടിക്കാനില്ല. പിന്നെ ഈ പറയപ്പെടുന്ന ടെസ്റ്റുകൾ, നിങ്ങൾ പറഞ്ഞ ക്രിയാറ്റിൻ നോക്കുന്ന പരിപാടി, ഷുഗർ നോക്കുന്ന പരിപാടി മാറ്റി വെക്കണം. കാരണം എന്നാൽ നിങ്ങൾ ഈ കയ്യിലെ അളവല്ല ഈ കയ്യിലുണ്ടാവും. നിങ്ങൾ ക്രിയാറ്റിൻ നോക്കി നോക്ക്, ഷുഗർ നോക്കി നോക്ക്, പ്രഷർ, എന്ത് ബിലിറുബിൻ, എന്ത് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാലും ഈ കയ്യിലത്തെ അളവല്ല ഈ കയ്യിലുണ്ടാവുക. ഓരോ ലാബിലും വ്യത്യസ്ത അളവുണ്ടാവുക, ഓരോ സമയത്തും വ്യത്യസ്ത അളവുണ്ടാവുക, ഓരോ വിരലിലും വ്യത്യസ്ത അളവുണ്ടാവുക. പ്രമേഹം നോക്കുന്ന സമയത്ത് നിങ്ങൾ 10 വിരലിൽ 10 അളവ് വേണം. മുമ്പിലാണ് വന്നപ്പോ ഈ വിരലിൽ 70, ഇതിൽ 200 ചില്ലാനുണ്ട്. അപ്പോഴാണ് പറയാ ഈ വിരലെന്തോ തയ്യാറുണ്ടാവും. കാരണം ഡോക്ടർ പറഞ്ഞു മാറൂല എന്നാണ്. അപ്പൊ മാറൂല എന്ന് പറഞ്ഞ പ്രമേഹം എങ്ങനെ മാറും അല്ലേ? ഇവിടെ തന്നെ ഉണ്ടല്ലോ മലയാളികളൊക്കെ. നമ്മുടെ ജെയിൽസൊക്കെ ഉണ്ട്. ജെയിൽസൊക്കെ എത്ര 5 വർഷം മുമ്പ് അല്ലേ ഷുഗർ, പ്രഷർ, ഹാർട്ടിന്റെ പ്രശ്നം, കിഡ്നി വെപ്പുണ്ടോ? ഇല്ല, കിഡ്നി ഇല്ല അല്ലേ? അപ്പൊ ഏതായാലും 5 വർഷം മുമ്പ് ഇതൊക്കെ ഉള്ള ആളായിരുന്നു. എന്റെ പാഠശാലയിലെ ക്ലാസ് കേട്ട് അങ്ങനെ എന്റെ അടുത്ത് വന്നു അല്ലേ. അങ്ങനെ ഇപ്പൊ 5 വർഷം ഒരു മരുന്ന്, 5 വർഷമല്ലേ, 5.5 വർഷം ഒരു മരുന്ന് കഴിക്കുന്നില്ല. എന്തിനുണ്ടായിരുന്നു? ഷുഗർ, പ്രഷർ. എത്ര മരുന്ന് കഴിച്ചു ആദ്യം? 22 രൂപ മരുന്ന് കഴിച്ചു. എത്ര മരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വരുമ്പോ ഫസ്റ്റ് 9ഓ എത്ര മരുന്ന് പറഞ്ഞാണ്? എത്ര മരുന്ന് കഴിച്ചു ആദ്യം? ഇപ്പൊ മരുന്നുണ്ടോ? ആദ്യം മരുന്ന് എത്ര കഴിച്ചിരുന്ന മരുന്ന്? എണ്ണല്ലേ? എണ്ണൊന്നുമില്ല. എത്ര മരുന്ന് മൊത്തം ഷുഗർ ആണോ? ഡെയിലി 9 മരുന്ന് കഴിച്ച ആളാണ് ഇയാള്. ഇപ്പൊ 5.5 വർഷം ഒരു മരുന്ന് കഴിക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇയാള് ക്ലാസ് ഇതേപോലെ ഗ്രൂപ്പിലൂടെ ക്ലാസ് കേട്ടിട്ട് 30 മരുന്ന് നിർത്തി. 30 പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളത്. ഇയാളെ ഭാര്യയുണ്ടല്ലേ? ഭാര്യയുടെ ആണ്. ശ്വാസം മുട്ടുള്ള ആളല്ലേ? ചെറുപ്പം മുതലേ ശ്വാസം മുട്ടുള്ള ആളാണ്. ശ്വാസം മുട്ടൊന്നുമില്ല. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഏത് രോഗവും മാറാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ അക്യുപഞ്ചർ ചികിത്സയുണ്ട്. നാടി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചികിത്സിക്കുമ്പോൾ നിങ്ങൾ പറയാത്ത അസുഖങ്ങൾ പോലും മാറുന്നുണ്ട്. രോഗം പറയേണ്ട ആവശ്യമില്ല. രോഗം പറയാതെ രോഗം മാറുന്ന ചികിത്സ ഉണ്ടോ? നിങ്ങൾ അറിയില്ല ഉണ്ടോ? രോഗം പറയാതെ രോഗം മാറുന്ന ചികിത്സ ഉണ്ടോ? രോഗി ഒന്നും പറയും. മുമ്പ് എന്റെ അടുത്ത് ഒരു ഉമ്മ തന്നെയായിരുന്നു. ഉമ്മാക്ക് മുട്ടുവേദനക്ക് വന്നു. തേയ്മാനത്തിന്റെ എക്സ്റേ കാണിച്ചു. അപ്പോ ഏതായാലും വിശ്വസിക്കുന്നത് 55-ാം വയസ്സിൽ ആദ്യ പ്രസവം. കുട്ടികളുടെ വന്നല്ല, ആ ഉമ്മാക്ക് ഇതേമാതിരി നടുന്നപ്പോലും മുട്ടുമ്പോലൊക്കെ വന്നതാ. ചികിത്സ ചെയ്ത് മുന്നോട്ട് പോയ സമയത്ത് ഇവർക്ക് മെൻസസ് വന്നു. മെൻസസ് സ്റ്റാർട്ടായി. പിന്നെ 2-3 മാസം വരെ മെൻസസ് നിന്ന സമയത്ത് പരിശോധിച്ച സമയത്ത് 2 മാസം കഴിഞ്ഞു. 15 വർഷം കുട്ടികളില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അത്ഭുതങ്ങളോട് അത്ഭുതങ്ങൾ ഇവിടെ നമ്മൾ ചൗക്കിയുള്ള സമയത്ത് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? കുട്ടികളില്ലാത്തത്, മാനസിക രോഗികള്, കിഡ്നി പേഷ്യൻസ്, ഷുഗർ പേഷ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് എന്താണ്, എങ്ങനെ ജീവിക്കണം, എന്ത് നമ്മൾ കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് കൃത്യമായിട്ടൊരു രീതിയുണ്ട്. ആ രീതി കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു അസുഖവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നുള്ള ഉറപ്പാണ്, സംശയമൊന്നുമില്ല അല്ലെ? അസുഖം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഷയിലെ അസുഖം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷയിൽ അസുഖമല്ല. ഇപ്പൊ പനി അസുഖമല്ല നമ്മൾ പറയും. തുമ്മൽ, ജലദോഷം, ഛർദി, വയറിളക്കം, ഇതൊന്നും അസുഖമായിട്ടാണ് പറയുന്നത്. എന്താണ്? ക്ലീനിങ് പ്രോസസ്, ശരീരത്തിന്റെ ശുദ്ധീകരണ പ്രക്രിയയായിട്ടാണ് നമ്മൾ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് രോഗമാണ്. അപ്പൊ നിങ്ങളോട് പറയുമ്പോൾ എന്ത് ചെയ്യണം? രോഗം വരും, ചികിത്സ ഉണ്ടെന്ന് പറയണം. നമ്മളെ സംബന്ധിച്ച് രോഗം വരില്ലെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അപ്പൊ ഏതായാലും പിന്നെ ഒക്കെ എല്ലാം ഒന്ന് അടിച്ചുവിട്ട് പോയതാണ്. കാരണം നമ്മൾ ഇന്നത്തെ സെഷൻ ആയിരുന്നു. നമുക്ക് പിന്നീട് ഭാവിയിലേക്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൽ പറഞ്ഞ പോലെ പ്രമേഹത്തിലോ പ്രഷറിലോ ഹാർട്ട് അറ്റാക്കോ, ഇപ്പൊ കേരളത്തിൽ മൊത്തം നമ്മൾ ഹാർട്ട് അറ്റാക്കിൽ ക്ലാസ് പോകുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കുഴഞ്ഞു വീഴുന്ന മരണം ഇല്ലാതെ ജീവിക്കാനുള്ള വിദ്യ, ടെക്നിക്.